നല്ലൊരു ഫീൽ തന്നൊരു മൂവിയാണ്. ഇഷ്ടപ്പെട്ടു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. വേണം പടം കണ്ടായിരുന്നു. കൊള്ളാം, അടിപൊളിയാണ്, നല്ലതായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത് ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫീൽ ചെയ്യുന്ന മൂവിയാണ്. അത്രേ ഉള്ളൂ. ചിത്രം ശ്രീനാഥ് വാസി, അതേപോലെ തന്നെ അശ്വന്ത്, വൈശാഖ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടുകൾ എല്ലാം നല്ല മനോഹരമായിട്ട് ഉണ്ട്. പിന്നെ സീമാജി നായരുടെ വേഷം കൊള്ളാം, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു. ഇത് ഒരു ക്യാമ്പസ് ഫാമിലി എല്ലാം ടച്ചിങ് ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു ടച്ചിങ്. കോമഡി എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ക്യാമ്പസിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു എല്ലാം ചേർന്നിട്ടുള്ളൊരു നല്ല ചിത്രം. CI വിജയനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരുപാട് മലയാള സിനിമയിൽ ചെറിയൊരു വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു CI ആയിട്ട് അഭിനയിക്കാൻ പറ്റിയത് ഭാഗ്യം. ഞാൻ സാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സദാശിവൻ്റെ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട്. MM സിദ്ദിഖ് സാർ ഒരു പോലീസ് ഓഫീസറായ അദ്ദേഹം ഒരു സിനിമ ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു CI ആയിട്ട് അഭിനയിക്കാൻ സാധിച്ചില്ലെന്ന് ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും സിനിമ കാണണം. നല്ലൊരു അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഈ സിനിമ. എല്ലാവരും കാണണം. നല്ലൊരു സസ്പെൻസ് ത്രില്ലിംഗ് മൂവിയായിട്ട് ലാസ്റ്റ് വരെ പ്രേക്ഷകരെ കൊണ്ട് എത്തിക്കുന്നൊരു മൂവി. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. സസ്പെൻസ് ത്രില്ലറിനെക്കാട്ടും കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഇൻസിഡൻറ്റും രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് ഇടപെടലുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതിനൊക്കെ അതിനെ ഓവർകം ചെയ്ത് വരുന്നൊരു സ്റ്റോറിയാണ്. അതിൽ വരുന്ന രാഷ്ട്രീയപരമായ ഇടപെടലിൽ വരുന്ന ഒരു ഇൻസിഡൻറ്റിനെ ഫ്രണ്ട്ഷിപ്പായിട്ട് കൂട്ടിണക്കി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ ഒരു ഡിസ്റ്റൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ട് ഇഷ്ടപ്പെടുന്നതായിട്ടാണ് മനസ്സിലായത്. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഒരു 10 ഇരട്ടി പടം നന്നായി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കി പ്രേക്ഷകർ കണ്ടിട്ട് പറയട്ടെ. എനിക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടമായി. ഇനി നിങ്ങളാണ് കാണേണ്ടത്. നിങ്ങളെല്ലാവരും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഈ സിനിമയിൽ എല്ലാ എലിമെൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളും അറിയിക്കണം. താങ്ക് യു. കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സെലക്ഷൻ പ്രോസസ്? അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഒരു കണ്ടന്റ് ഉണ്ടോ, നമ്മുടെ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു മാർജിൻ ഉണ്ടോ എന്നാണ് ആദ്യം നോക്കാറ്. അങ്ങനെ വലിയ സെലക്ട് ചെയ്ത് സിനിമ തിരഞ്ഞെടുക്കാനുള്ള ഒരു എബിലിറ്റി ഒന്നും എനിക്കിതുവരെ ആയിട്ടില്ല. പക്ഷെ നമ്മുടെ ക്യാരക്ടറിന് തുടക്കവും ഒരു ഒടുക്കവും ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാറ്. അങ്ങനെ നോക്കുമ്പോൾ സഞ്ജു എന്ന് പറയുന്ന ഈ LLBയിലെ ക്യാരക്ടറിൽ വളരെ പ്രകടമായി അതുണ്ട് എന്നുള്ളതാണ് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത്. ശ്രീനാഥ് ബാസിയൊക്കെ ഈ സിനിമയിലേക്ക് വന്നത് എത്രത്തോളം? എന്താ ശ്രീനാഥ് ബാസിയൊക്കെ ഈ സിനിമയിലേക്ക് വന്നത് ഈ പടത്തിനൊരു വിജയമായിട്ട്? ഉറപ്പായിട്ടും ബാസി സത്യം പറഞ്ഞാൽ ബാസി ഉള്ളതുകൊണ്ട് ഒരുപാട് വൈഡായിട്ടുള്ള നമുക്കൊരു ഓഡിയൻസിനെ കൂടി സിനിമകളിലേക്ക് നമ്മുടെ ഈ സിനിമയിലേക്ക് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ബാസി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് പുറത്തുണ്ട്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വന്ന് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ബാസി ഉണ്ടാക്കി വെച്ചൊരു റീച്ച് ഉണ്ട്. ആ റീച്ചിൽ ബാസിയെ കാണുന്നതിന് വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഈ സിനിമ കാണാൻ വരുമ്പോൾ അതിൻ്റെ നമ്മൾ കൂടെ ഒരു വലിയ ഭാഗമാകുക എന്ന് പറയുന്നത് വലിയ സന്തോഷം.